ഏതു പ്രശ്നത്തിൻ്റെയും കുരുക്കഴിക്കാം. പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 4 അധ്യായം 1 മുതൽ 12 വരെ. ധ്യാനത്തിനായിട്ട് 8ഉം 9ഉം വാക്യങ്ങൾ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഒരിക്കൽ ഒരു വൃദ്ധൻ ഇപ്രകാരം പറയുകയുണ്ടായി: ചെറുപ്പത്തിൽ ഞാൻ നിർധനനായിരുന്നു, ഇന്ന് ഞാൻ ധനികനാണ്. പക്ഷേ അന്നും ഇന്നും നിരാശാബോധം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഈ വൃദ്ധനെപ്പോലെ എല്ലാവരും പറഞ്ഞില്ലെങ്കിലും ഏറിയ പങ്കാളുകളുടെയും നിരാശാബോധം അടക്കി ഭരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉള്ള ഭേദം കൂടാതെ ആരെയും അത് അടിമപ്പെടുത്തുന്നു. തങ്ങൾ ആശിക്കുന്നതെല്ലാം നേടിയാലും ഒരു നിഷ്ഫലതാബോധം പലർക്കും ഉണ്ടാകാറുണ്ട്. കാറും മണിമേടയും ബാങ്ക് ബാലൻസും വിദ്യാസമ്പന്നരായ മക്കളും ഉള്ള ലക്ഷാധിപന്മാർ പോലും തങ്ങളുടെ ജീവിതം കൊണ്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന ചിന്തയാണുള്ളതെങ്കിൽ ആരാണ് അത്ഭുതപ്പെടാതിരിക്കുക? ജീവിതം പാഴായിപ്പോയി എന്ന ചിന്തയോടുകൂടി നിരാശയുടെ വിഴുപ്പുഭാണ്ഡം ചുമന്നുകൊണ്ട് കുഴിമാടം വരെ നിരങ്ങി നീങ്ങിപ്പോകുന്നവരാണ് അധിക പങ്ക് ആളുകളും. ജീവിതം കൊണ്ട് കാര്യമായ ഒരു നേട്ടവും ഉണ്ടായില്ലല്ലോ എന്ന ഫലശൂന്യതാബോധം നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും നമ്മെ പിന്തുടരുന്നു. അത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ചില പ്രത്യേക സ്വഭാവ ചേഷ്ടകളായി പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് ചില മനഃശാസ്ത്രജ്ഞർ പറയാറുണ്ട്. ചിലർ ക്ഷിപ്രകോപികളായി പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ടില്ലേ? അകാരണമായ ഈ പൊട്ടിത്തെറിക്കലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോ വികാരം പലപ്പോഴും ജീവിതത്തെക്കുറിച്ചുള്ള ഫലശൂന്യതാബോധമായിരിക്കും. നേടേണ്ടത് നേടിയില്ലെന്ന വിചാരം, എത്തേണ്ടിടത്ത് എത്തിയില്ലെന്ന വിചാരം. എന്നാൽ അകാരണമായ ക്ഷിപ്രകോപം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും തജ്ജന്യമായ രോഗങ്ങൾ ഉളവാക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞന്മാർ സമർത്ഥിച്ചിട്ടുണ്ട്. ഫലശൂന്യതാബോധം ഈ യുഗത്തിൻ്റെ പ്രത്യേക സ്വഭാവങ്ങളിൽ ഒന്നാണ്. പ്രേമബദ്ധരായ യുവമിഥുനങ്ങൾ ജീവിതോല്ലാസത്തിൻ്റെ ആകാശക്കോട്ടകൾ കെട്ടിക്കൊണ്ട് വിവാഹിതരാകുന്നു. മധുവിധു ജീവിതത്തിൻ്റെ നിത്യാനുഭവം ആയിരിക്കുമെന്ന് വ്യാമോഹിച്ച് അവർ ജീവിതയാത്ര ആരംഭിക്കുന്നു. പക്ഷേ നൈമിഷികങ്ങളായ ആനന്ദത്തിൻ്റെ ഉന്നത വിഹായസിലേക്ക് പറന്നുയരുന്ന ആ ഇണക്കിളികൾ ചിറകറ്റ് ഈയാമ്പാറ്റ പോലെ നിലംപതിച്ചു കണ്ണീരും കയ്യുമായി കഴിയേണ്ടി വരുന്ന ദുരവസ്ഥ അരനൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇന്ന്. വിവാഹബന്ധങ്ങൾ തകരുന്നു, സ്വപ്നങ്ങൾ തകരുന്നു, ഉദ്യോഗങ്ങൾ വിരസമാകുന്നു, മക്കളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ തെറ്റുന്നു. ചുരുക്കത്തിൽ ജീവിതം പാഴായി എന്ന വിചാരം മനസ്സിൽ രൂഢമായിത്തീരുന്നു. മാതാപിതാക്കളുടെ ഫലശൂന്യതാബോധം മക്കളിലേക്ക് പകരപ്പെടാറുണ്ട്. കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ ചെയ്യാനും നിയമത്തെ പോലും ചോദ്യം ചെയ്യുവാനും ഒരളവിൽ പ്രേരിപ്പിക്കുന്നത് അവരിൽ കുടികൊണ്ടിട്ടുള്ള ഫലശൂന്യത ബോധമാണെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ച് പറയാറുണ്ട്. തങ്ങൾ വലിയ പ്രതീക്ഷകളോടെ വളർത്തി കൊണ്ടുവരുന്ന മക്കൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും അനാശാസ്യമായി ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിയാൽ അതിനുള്ള കാരണം കണ്ടെത്തുവാൻ കഴിഞ്ഞേക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഈ ഫലശൂന്യതാബോധം തകരാറിലാക്കുന്നുണ്ട്. കാലാന്തരത്തിൽ ഈശ്വരവിശ്വാസം പോലും മങ്ങിപ്പോവുകയും നിമിത്തം ജീവിതം മരവിച്ചു പോവുകയും ചെയ്യും. പല ദുശ്ശീലങ്ങളും നമ്മുടെ കൂട്ടിനെത്തുന്നത് ആ സമയത്താണ്. അവയെ ന്യായീകരിക്കുവാനുള്ള യുക്തികളും നാം കണ്ടെത്തിയെന്ന് വരാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കുരുക്കുകൾ നാം തന്നെ അഴിക്കുവാൻ ശ്രമിച്ചാൽ ഫലശൂന്യതാബോധത്തിലേ ചെന്ന് ചേരുകയുള്ളൂ. എന്നാൽ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ പോലെ ലക്ഷ്യബോധത്തോടുകൂടി ഓടുന്നവർക്ക് കഷ്ടതകളും നിരാശകളും എത്ര തന്നെ ഉണ്ടായാലും അദ്ദേഹം ഇന്നത്തെ വേദഭായന ഭാഗത്ത് പറയുന്നത് പോലെ പറയുവാൻ കഴിയും. ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. എന്നാൽ ഈ വിശ്വാസത്തിൽ വേരൂന്നാതെ നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളുടെ കുരുക്കുകൾ അഴിക്കുവാൻ ശ്രമിക്കുന്നത് പൂട്ടാത്ത മുറിയുടെ പൂട്ട് തുറക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഓർക്കണമേ, മനസ്സിനെയും ഹൃദയത്തെയും പരിപോഷിപ്പിക്കുന്ന അപ്പം വളരെ വിരളമായിരിക്കുന്നു. ധനവാന്മാരുടെ തീന്മേശകളിലും
അതിന് സ്ഥാനമില്ല. ഫിലിപ്പിയ ലേഖനം 4:7. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.